ഹായ് ഫ്രണ്ട്സ്, മണി എന്ന് പറയുന്നത് ഒരു പവറാണ്. അതൊരു പവറാണ്, എനർജിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി അത് നമ്മളുടെ മൈൻഡിൽ സെറ്റായി ആ എനർജിനെ നമ്മൾ സേവ് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് എനർജിനെ ഉപയോഗിക്കുന്ന രീതിയിലോട്ട് ലൈഫായാൽ മണിയാവുന്ന ഈ പവർ പ്ലെൻറ്റി ഓഫ് ആയി നമ്മളുടെ ആവശ്യങ്ങൾക്കായി നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിലാണെങ്കിലും ജോലിയിലാണെങ്കിലും ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്ന രീതിയിലേക്ക് നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ടോ. കാരണം നമ്മളുടെ കയ്യിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾക്കൊന്നിനൊരു മുട്ടില്ലാത്ത രീതിയിൽ ആരുടെയിൽ നിന്ന് കടം മേടിക്കാത്ത രീതിയിൽ മണി നമ്മൾക്കുണ്ടെങ്കിൽ അന്നേരം നമുക്കുണ്ടാകുന്ന എനർജി ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മളുടെ എനർജി ലെവല് കുറച്ച് ഹൈ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മളുടെ പവറിനെ അല്ലെങ്കിൽ എനർജിനെ നമുക്ക് മണി തന്നെ ആക്കണമെങ്കിൽ അത് നമുക്ക് എങ്ങനെ ഈ എനർജിനെ സേവ് ചെയ്യാം? നമ്മളുടെ എനർജി വേസ്റ്റായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നിരവധി സാഹചര്യങ്ങളുണ്ട്. നമ്മൾ സ്പെൻഡ് ചെയ്യണ സമയം, നമ്മളുടെ സമയം നമ്മളുടെ ജീവിതത്തിൽ എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനുമായിട്ടൊക്കെ സമയം ഉപയോഗിക്കാം. അതിൽ നിന്ന് നമുക്ക് നല്ല സന്തോഷവും എനർജിയൊക്കെ കിട്ടണമെങ്കിൽ അത് നല്ലതാണ്. പക്ഷെ നമുക്ക് ഒരു ഗുണവുമില്ലാണ്ട് സമയം പാഴാക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ സമയം വേസ്റ്റാക്കണമെങ്കിൽ നമ്മളുടെ എനർജി ലോസാണ്. നമ്മൾക്കുള്ള എനർജി മണിയായി കൺവേർട്ട് ചെയ്യാൻ മണിയായി റിസൾട്ട് ഉണ്ടാകേണ്ട എനർജി വേസ്റ്റായിട്ട് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. സമയം പാഴാക്കുമ്പോൾ ടൈം ഈസ് മണി എന്ന് കേട്ടിട്ടില്ലേ? അപ്പോൾ സമയം ഉറപ്പായിട്ടും നമുക്ക് മണിയാക്കാൻ തന്നെ പറ്റണം. അപ്പോൾ സമയം എനർജി വേസ്റ്റിംഗ് ആയിക്കഴിഞ്ഞാൽ മണിയായി മാറേണ്ട എനർജി വേസ്റ്റായി പോകുന്നുള്ളതാണ്. പിന്നെയുള്ളതാണ് നമ്മളുടെ സംസാരം. അത് ചിന്തകളിലൂടെയാണെങ്കിലും സംസാരത്തിലൂടെയാണെങ്കിലും മണിയായിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതിന് പകരം ലോസായി മാറുന്ന അനുഭവങ്ങളുണ്ടാവും. ജീവിതത്തിലെ നഷ്ടങ്ങളെക്കുറിച്ച്, പരാജയങ്ങളെക്കുറിച്ച്, മറ്റുള്ളവരുടെ നഷ്ടങ്ങളെക്കുറിച്ച്, മറ്റുള്ളവരുടെ പരാജയങ്ങളെക്കുറിച്ച്, മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റങ്ങൾ, ഇങ്ങനെ നമ്മൾ സംസാരിക്കുന്നതും ചിന്തിക്കുന്നതും വേസ്റ്റായിട്ടുള്ള യാതൊരു ബെനിഫിറ്റും ഇല്ലാത്ത ടോക്കും ചിന്തയും ആണെങ്കിൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യേണ്ട എനർജി ലോസായിട്ട് നമ്മളെ സംസാരത്തിലൂടെയും ചിന്തയിലൂടെയും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ സാമ്പത്തിക ഉയർച്ചയിലെത്താനായിട്ട് നിരവധിയായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിലൊന്നും റിസൾട്ട് ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത സാഹചര്യം വരും. അത് റിസൾട്ട് ഉണ്ടാവില്ലെന്നർത്ഥം. കാരണം റിസൾട്ട് ഉണ്ടാകേണ്ട എനർജിനെ നമ്മൾ വേസ്റ്റാക്കി. തെറ്റായ സംസാരം, തെറ്റായ കൂട്ടുകെട്ട്, ഒരു ഗുണവുമില്ലാത്ത, അത് വേസ്റ്റായിട്ട് സമയം നഷ്ടപ്പെടുന്ന കൂട്ടുകെട്ടുകളിലൂടെയും വേസ്റ്റായിട്ട് സമയം പോകുന്ന സംസാരത്തിലൂടെയും വേസ്റ്റായിട്ട് സമയം നഷ്ടപ്പെടുന്ന ചിന്തകളിലൂടെയും, അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എനർജി വേസ്റ്റ് വരുന്ന രീതിയിലുള്ള ഇത്തരം പ്രവർത്തികളിലൂടെ നമ്മളെ എനർജി ലോസ് ആവും. അപ്പം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പവറും യൂണിവേഴ്സൽ പവറുമായി കണക്ട് ചെയ്ത് പോസിറ്റീവ് റിസൾട്ട് എന്ന് പറയുന്ന സാമ്പത്തിക ഉയർച്ചയിലേക്ക് എത്തേണ്ട എനർജി, ആ എനർജി എല്ലാം നമ്മൾ പോലും അറിയാതെ നമ്മളുടെ അറിവില്ലായ്മ കൊണ്ട് ഈ നേരത്തെ പറഞ്ഞ വഴികളിലൂടെ എല്ലാം നമ്മൾക്ക് എനർജി ലോസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ വിജയിക്കാൻ വേണ്ടിയും സാമ്പത്തിക ഉയർച്ചയിലെത്താൻ വേണ്ടി തലകുത്തി പറഞ്ഞ് ചെയ്താലും അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിനെ ശ്രദ്ധിച്ചോ? ആ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഹൈജീനിക് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർ കൂടുതലും അവരുടെ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, കാരണം അവർക്കൊരു ടാർഗറ്റ് ഉണ്ടാവും, കമ്മീഷൻ ഉണ്ടാവും, സാലറിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ആ വ്യക്തി പരമാവധി എനർജി സേവ് ചെയ്യുന്ന ആളാണെങ്കിൽ ആൾ ചെയ്യുന്ന ബിസിനസ് എല്ലാം റിസൾട്ട് ആയിരിക്കും. ഇപ്പോൾ 10 മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ഉണ്ടെങ്കിൽ ആ 10 പേരും കൂടുതൽ വർക്ക് അച്ചീവ് ചെയ്യണ ഒരാളാണെന്നില്ല. അതിൽ വർക്ക് അച്ചീവ് ചെയ്യണ ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് പ്രൊമോഷൻ കിട്ടും, പൊസിഷൻ കിട്ടും. അത് ആ കഴിവ്, അതായത് വേസ്റ്റായിട്ട് അയാളുടെ എനർജിനെ കളയാത്ത ആളാണെങ്കിലാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അയാളെ കേൾക്കാൻ ഒരാൾ മുമ്പിൽ നിൽക്കുമ്പോൾ ആ ആൾക്ക് അയാൾ പറയുന്ന കാര്യങ്ങളിൽ അട്രാക്ഷൻ തോന്നും, അയാൾ പറയുന്ന കാര്യങ്ങളിൽ വിശ്വാസം തോന്നും. ഇപ്പോൾ ഉദാഹരണത്തിന് ലോക്കലായിട്ടുള്ള ഒരു ഉദാഹരണം പറഞ്ഞാൽ പോലും നമ്മളുടെ വീട് വിടാൻ വിൽക്കാൻ വരുന്ന പല പിള്ളേരും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിൽ പലരെയും നമുക്ക് ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റും.
പക്ഷെ ചില ആൾക്കാരെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കാൻ പറ്റാത്തത് അവർ അത്രയും എനർജി വേസ്റ്റ് ആക്കാണ്ട് അവരുടെ സക്സസ്സിന് വേണ്ടി തന്നെ എനർജി ഉപയോഗിക്കുന്നവരായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവരാകുമ്പോൾ അവർ ടോക്ക് ചെയ്യുമ്പോൾ നമ്മളവരിൽ അട്രാക്ട് ചെയ്യപ്പെടും. കാരണം അവർ ലൈഫിൽ എനർജി ലോസായി പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാണ്ടായിരിക്കും. ചിലപ്പോൾ അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാകും, ജീവിതത്തിൽ കുറേ അച്ചീവ് ചെയ്യണം, ചിലപ്പോൾ മൈൻഡ് സെറ്റ് ഉള്ളവനായിരിക്കും, ആഗ്രഹങ്ങളുള്ളതായിരിക്കും. അപ്പോൾ അവൻ പരമാവധി എനർജി സേവ് ചെയ്യണം മൈൻഡുള്ള ആളാണെങ്കിൽ അവൻ്റെ എനർജി അവൻ മണിയാക്കി മാറ്റാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കി ഒരാൾ ടോക്ക് ചെയ്യുന്നതിലൂടെയാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ആശയവിനിമയം എന്ന് പറയുന്നത് ബിസിനസ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്മ്യൂണിക്കേഷനിലൂടെയാണ് എല്ലാ ബിസിനസ്സുകളും ഈ ലോകത്ത് നടക്കുന്നത്. അപ്പോൾ ആ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾക്ക് നല്ല എനർജി പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ ഒരാളോട് ടോക്ക് ചെയ്യുമ്പോൾ അയാൾ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തിട്ട് നമ്മളുടെ ബിസിനസ് നടക്കണമെങ്കിൽ നമ്മൾ അത്രയും ലൈഫിൽ എനർജി സേവ് ചെയ്യണ ഒരു വ്യക്തിയായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ എനർജിനെ വേസ്റ്റ് ആക്കാണ്ട് പരമാവധി ശ്രമിക്കുക എന്നുള്ള. അപ്പോൾ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം, എനർജി വേസ്റ്റ് ആകാൻ സാധ്യതയുള്ള സംസാരം, പ്രവൃത്തി, ചിന്ത, നമ്മളുടെ ബന്ധങ്ങളെല്ലാം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണമെങ്കിൽ നമ്മളെ എനർജി ലോസ് ആവില്ല, സേവ് ആവും. സേവ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോൾ ആ സ്റ്റോക്കുള്ള എനർജി ആയിരിക്കും മണിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധ്യത. അപ്പോൾ ഇന്ന് തൊട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രമിച്ചു നോക്കും. അപ്പോൾ അതിൻ്റേതായ ചേഞ്ച് ലൈഫിലുണ്ടാവും. എന്നാൽ ഈ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.